ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള വാരണാസിയിലാണ്. വാരണാസിയിൽ നിന്ന് നേരെ ഗോരഖ്പൂർ വഴി നേപ്പാളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഗോരഖ്പൂർ വരെ 210 കിലോമീറ്ററും അവിടെ നിന്ന് നേപ്പാളിലെ സൊണോലി ബോർഡർ വരേക്കും 100 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന ബൈ റോഡ് മാപ്പ്. എക്സ്പ്രസ് ഹൈവേ വഴിയാണ് നമ്മൾ പോകുന്നത്. വാരണാസിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് തിരിച്ചത്. ഗോരഖ്പൂർ എത്തിയപ്പോഴത്തേക്കും നൈറ്റ് 8:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നൈറ്റ് അവിടെ ഹാൾട്ട് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് നേപ്പാളിലേക്ക് തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യ നേപ്പാൾ ബോർഡർ സൊണോലി എന്ന പ്ലേസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ 2 സൈഡും നല്ല റഷാണ്. ഫുള്ള് കടകൾ, മണി എക്സ്ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ നേപ്പാളിൻ്റെ ഗേറ്റിലോട്ട് എൻട്രി ആയിരിക്കുകയാണ്. നേപ്പാൾ പോലീസാണ് ഇവിടെ ഡ്യൂട്ടിയിലുള്ളത്. ഗാഡി എൻട്രി करना ഇവിടെ നമ്മൾ ബൈക്കിലോ കാറിലോ ആണ് വരുന്നതെങ്കിൽ ഇവിടെ ബോർഡറിൽ എൻട്രി ചെയ്യണം. അങ്ങനെ നമ്മൾ വണ്ടി എൻട്രി ചെയ്യാനുള്ള ഓഫീസിലേക്ക് പോവുകയാണ്. ക്യാമറ കണ്ടപ്പോൾ തന്നെ ആ പയ്യൻ തിരിഞ്ഞോടുകയാണ്. എല്ലാം ഇവിടുത്തെ ഗൈഡുകളാണ്. അന്ന് നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും. പിന്നെ ചെറിയൊരു ഫീസും വാങ്ങിക്കും. അല്ലാതെ തന്നെ നമുക്ക് തന്നെ നേരിട്ട് പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ട്. വണ്ടി എൻട്രി ചെയ്യാനായിട്ട് ആധാർ കാർഡും അതുപോലെ RC ബുക്കും മതി. അത് വണ്ടി എൻട്രി ചെയ്യാനായിട്ട് 124 രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് വരുന്നത് ഒരു ദിവസത്തേക്ക്. നമ്മളിപ്പോൾ 6 ദിവസത്തേക്കാണ് എടുക്കുന്നത്. 6 ദിവസത്തേക്ക് വന്നിട്ട് 760 രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ. ഇവിടെ നമ്മുടെ ഇന്ത്യൻ മണി 1000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ 1636 രൂപയാണ് കിട്ടുന്നത്. ഇവിടെ ഏജൻറ്റ് വഴി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെറിയ കമ്മീഷൻ എടുക്കും. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ നേപ്പാളി ഗവൺമെൻറ്റിൻ്റെ മണി എക്സ്ചേഞ്ച് ഉണ്ട്. അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള എക്സ്ചേഞ്ച് നമുക്ക് തരും. ഇവിടുന്ന് പോകുമ്പോൾ മാക്സിമം ഇവിടെ നിന്ന് തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ കടകളിലൊക്കെ എല്ലായിടവും ഫോൺ പേയും ഗൂഗിൾ പേ ഒന്നും കാണത്തില്ല. അതുപോലെ തന്നെ ഇവിടെ സിമ്മ് കിട്ടും. നമുക്ക് 250 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഉപയോഗിക്കാം. ഒരാഴ്ചത്തേക്കുള്ള നെറ്റൊക്കെ ഉപയോഗിക്കാം. ഇവിടെ നിന്ന് തന്നെ സിമ്മ് നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ കൂടുതൽ വെളിയിലുള്ള ആൾക്കാരുമായിട്ട് അധികം ഇടപെടാതിരിക്കുക. നമ്മുടെ ഗൈഡുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നല്ല കമ്മീഷൻ വാങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് മണി എക്സ്ചേഞ്ച് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഇവരുടെ അടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും. എൻക്വയറി നമ്മളങ്ങനെ നേപ്പാളിലേക്ക് എൻട്രി ആയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് 2:30 മണിയായിട്ടുണ്ടാവും. നമ്മൾ പൊക്ര പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. പൊക്ര എന്ന് പറഞ്ഞ സിറ്റിയിലോട്ടാണ് നേപ്പാളിലെ. പക്ഷെ അവിടെ എത്തുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇന്ന് ഇവിടുന്ന് 184 കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ പോലീസുകാരൊക്കെ നല്ല ബിഹേവിയർ, അതുപോലെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ റോഡ് സൈൻസും അതുപോലെ ഇവിടുത്തെ സ്തൂപങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്ത് വന്നുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഇവിടുത്തെ സിം ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ പേ ഒക്കെ വർക്കാവും. അപ്പോൾ നമുക്ക് ഫോൺ പേ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ മണിയായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത്. നമുക്കിപ്പോൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് നേപ്പാളി കറൻസിയിൽ അതിൽ കുറച്ചാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത്. അതായത് ഇവിടെ ഞാൻ ഫോൺ പേ ആണ് യൂസ് ചെയ്തത് ഈ കരിമ്പ് ജ്യൂസിൻ്റെ ഇവിടെ. ഇത് നേപ്പാളിലെ ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ലിക്കർ അവൈലബിൾ ആണ്. ഓപ്പൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലും ഫുഡ് വന്നിട്ട് മൊമോസാണ്. മൊമോസ് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവിടെ സിറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹൈറ്റായിട്ടുള്ള ഭൂപ്രദേശമാണ്. നമ്മുടെ മുന്നേ പോകുന്ന വെഹിക്കിൾ നേപ്പാളി വെഹിക്കിളാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസൊക്കെ ഉണ്ട്. चोरी असली ऑयल कौन सा तेल है? അവർ നേപ്പാളിലാണ് സംസാരിക്കുന്നത്. കടുകെണ്ണ എടുക്കുന്നതാണ്, ഇത് കൃഷി ചെയ്തിരിക്കുന്നതാണ് കടുകെണ്ണ എടുക്കുന്നത്. एक किस चीज़ का है? एक किस चीज़ का है? एक किस चीज़ का है? दिवाली का। हैप्पी दिवाली, हैप्पी दिवाली, हैप्पी दिवाली, हैप्पी दिवाली. നൈറ്റ് ഇരുട്ടി. അപ്പോൾ ഇവിടെ തന്നെ ഹാൾട്ട് ചെയ്ത് നൈറ്റിലെ ഫുഡ് മൊമോസാണ്. ഡാൻസ് ഉണ്ട്. ഇവിടുത്തെ ദിവാലിയുടെ ഫങ്ഷൻസ് ആണ്. ഹോട്ടലിലൊക്കെ ചാർജ് വരുന്നത് 750 നേപ്പാളി കറൻസി അല്ലെങ്കിൽ 500 നേപ്പാളി കറൻസി, അങ്ങനത്തെ റേഞ്ചിലാണ്. ഇപ്പോൾ ടൈം വന്നിട്ട് 7:04. ടെമ്പറേച്ചർ 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല ക്ലൗഡാണ്. റോഡെല്ലാം വിസിബിളായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല റോഡൊക്കെ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ബാലുപഹാഡ് എന്നാണ് ആ പ്ലേസിൻ്റെ പേര്. ബാലുപഹാഡ് എന്ന് പറഞ്ഞാൽ കരടി മല എന്നാണ് അർത്ഥം. ऊपर वाला का कौन सा बोला था? बर्फ गिरा हुआ अन्नपूर्णा रेंज.
മുകളിൽ ഐസ് കാണുന്ന മല അന്നപൂർണ റേഞ്ചിൽ വരുന്നതാണ്. ഒരു പുഴ ഒഴുകി പോകുന്നതാണ്. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് നേപ്പാളിലെ പൊക്ര എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്ന് തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി. കാണുന്ന വില്ലേജിൽ കുറച്ച് നെൽകൃഷിയൊക്കെ ഉള്ള ഭൂപ്രദേശമാണ്. വെൽക്കം ടു പൊക്കാറ. അങ്ങനെ നമ്മൾ പൊക്കാറ സിറ്റിയിലോട്ട് എൻട്രി ആകാൻ പോവുകയാണ് ഗേസ്. കാണുന്ന വണ്ടി ഇന്ത്യൻ മെയ്ഡാണ്, മഹേന്ദ്ര 4x4 വെഹിക്കിൾ. പൊക്കാറ സിറ്റിയിലോട്ട് എൻട്രി ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ കയറുകയാണ്. പെട്രോൾ ഇവിടുത്തെ 156 റുപ്പീസാണ് നേപ്പാളിയിൽ. നമ്മുടെ ഇന്ത്യൻ മണി 97 റുപ്പീസാണ് വരുന്നത്. പെട്രോൾ അടിച്ചില്ല, കാരണം നമ്മുടെ ഗൂഗിൾ പേയും ഫോൺ പേയും ഒന്നും ഇവിടെ വർക്കാവുന്നില്ല. ക്യാഷ് ഉണ്ടായിരുന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്യാഷ് എടുക്കാനുള്ള സ്ഥലം നോക്കി പോവുകയാണ്. നേപ്പാളിലേക്ക് വരുന്നവർ കുറഞ്ഞതൊരു 3000-4000 രൂപയെങ്കിലും മണി എക്സ്ചേഞ്ച് ചെയ്ത് കയ്യിൽ വെച്ചേക്കണം ഒരു വീക്കിലേക്ക്. നമുക്കിവിടെ എല്ലായിടവും മണി എക്സ്ചേഞ്ച് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഇവിടെ ഇപ്പോൾ ദീപാവലി ആയതുകൊണ്ട് 5 ഡേയ്സാണ് ഇവിടെ ദീപാവലി സെലിബ്രേഷൻ. ദീപാവലി ആയതുകൊണ്ട് കടകളൊന്നും അധികം തുറക്കത്തില്ല. നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഈ സമയത്തൊക്കെ. നമ്മളിപ്പോൾ നേരെ പോകുന്ന നേപ്പാളിലെ മെയിൻ വിസിറ്റിംഗ് പ്ലേസായ പൊക്രയിലെ പേവ ലേക്കാണ്. റോഡിൻ്റെ മുകളിലൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ നേരെ ചെന്നിറങ്ങുന്ന ലേക്കിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഈ പേവ ലേക്കിൻ്റെ 3 സൈഡും മലകളാണ്. ഈ അന്നപൂർണ റേഞ്ചിൻ്റെ കീഴിലാണ് ഈ മലകളൊക്കെ വരുന്നത്. ഇവിടെ വന്ന് ഷിക്കാര ബോട്ടുകൾ എല്ലാം സർവീസ് ഉണ്ട്. ഒരു പെർ ഹെഡ് 900 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. നല്ല കാറ്റും മനോഹരമായുള്ളൊരു പ്ലേസാണ്. ഇവിടുന്ന് ബോട്ടിങ്ങിന് വന്നിട്ട് 1 ഹവറിന് 900 റുപ്പീസ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ മണിക്ക് 500 സംതിങ് വരത്തുള്ളൂ. ഇവിടുന്ന് ലേക്കിൻ്റെ സെൻറ്ററിലൊരു അമ്പലമുണ്ട്. ഈ ബോട്ടിങ്ങിന് പോകുന്നവർ അവിടെയും കൊണ്ട് കാണിക്കും. ഈ ലേക്ക് 5.5 കിലോമീറ്റർ നീളമുണ്ട്. നേപ്പാളിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ശുദ്ധജല തടാകമാണ്. നമ്മൾ പൊക്രയിൽ ഹാൾട്ട് ചെയ്യുന്നില്ല, ഇവിടെ നിന്ന് തിരിക്കുകയാണെന്ന്. ഇവിടെ നിന്നൊരു 200 സംതിങ് കിലോമീറ്റർ ഉണ്ട് നമുക്ക് മുസ്തങ് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക്. ഇനി അങ്ങോട്ടാണ് തിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് പരിചയപ്പെട്ട നമ്മുടെ ലോക്കൽ ഫ്രണ്ടാണ്, പൊക്രയിലുള്ള തന്നെ. വീട്ടിലേക്കൊക്കെ വരാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഹാൾട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ തിരിക്കുകയാണ്. അടുത്ത് നേപ്പാളിലെ തന്നെ മസ്തങ് എന്ന പ്ലേസിലെ വിഷ്വൽസുമായി വീണ്ടും കാണാം. കീപ് വാച്ചിങ്.